ഈ ബൈബിൾ സ്റ്റഡിയുടെ 7-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു ആലോചന കേൾക്കുമ്പോൾ, ഒരു നവീന ഉപദേശം കേൾക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളുക. കർത്താവ് ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ പ്രാപിച്ചിട്ടുണ്ടോ? ലേഖനത്തിൽ ഇതേപ്പറ്റി ഉപദേശമുണ്ടോ? ഉദാഹരണമായി സ്നാനം. ഒരാൾ നിങ്ങളോട് സ്നാനപ്പെടണമെന്ന് പറയുന്നു. അപ്പോൾ നോക്കുക, കർത്താവായ യേശുക്രിസ്തു സ്നാനത്തെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോസ്തലന്മാർ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ സ്നാനത്തെ കുറിച്ച് വളരെ സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ലേഖനത്തിൽ ഉപദേശമുണ്ടോ? അവിടെയുണ്ട്. തിരുവത്താഴം ആവശ്യമാണോ? കർത്താവ് മാതൃക കാണിച്ചു തന്നു, അപ്പോസ്തലന്മാർ ചെയ്തു. ലേഖനത്തിൽ ഉപദേശമുണ്ട്. പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണോ? കർത്താവ് മാതൃക കാണിച്ചു തന്നു, അപ്പോസ്തലന്മാർ ചെയ്തു. ലേഖനത്തിൽ ഉപദേശമുണ്ട്. ആത്മവിവശത എന്ന പേരിൽ കുറെ പേർ താഴെ വീഴുന്നു. അത് ദൈവികമാണോ? കർത്താവ് അതേപ്പറ്റി എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടോ? അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ ഇത്തരം ശുശ്രൂഷകൾ ചെയ്തതായി കാണുന്നുണ്ടോ? അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. ലേഖനങ്ങളിൽ എവിടെങ്കിലും ഇതേപ്പറ്റി ഉപദേശമുണ്ടോ? അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ദൈവികമല്ല എന്ന് ഉറപ്പിച്ചു കൊള്ളുക. അതിശ്രേഷ്ഠൻ എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി കൈവശം ഛർദ്ദിപ്പിക്കുന്നു. അത് ദൈവികമാണോ? അപ്പോസ്തലന്മാർ എവിടെയെല്ലാം പോയി ഏതെല്ലാം തരക്കാരായ ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. എവിടെയെങ്കിലും കൈവശം ഛർദ്ദിപ്പിക്കൽ എന്നൊരു പരിപാടി അവർ ചെയ്തിട്ടുണ്ടോ? ലേഖനങ്ങളിൽ കൈവശത്തെ കുറിച്ച് ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? കർത്താവ് കൈവശം ഛർദ്ദിപ്പിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. ലേഖനത്തിൽ അതേപ്പറ്റി ഉപദേശവുമില്ല. അത്തരത്തിലൊരു കാര്യം എത്ര ശ്രേഷ്ഠനായ ദൈവദാസൻ ചെയ്താലും അത് തെറ്റാണ്. നമുക്കത് അംഗീകരിക്കാൻ പാടില്ല. കർത്താവ് പത്രോസിനോട് പറയുന്ന ഈ കാര്യങ്ങൾ ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിക്കാർക്ക് ഒരു വിധത്തിൽ ദഹിക്കുന്നതല്ല. ഒരു പ്രോസ്പെരിറ്റി തിയോളജിക്കാരനും ഈ ഭാഗം ഉപയോഗിച്ച് പ്രസംഗിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അവർ ഈ പത്രോസിനെ പോലെ പറയുന്നു, കർത്താവേ നിനക്കിത് ഭവിക്കരുത്. പക്ഷെ ഇവർ പറയുന്നത് കർത്താവിനോടല്ല, കർത്താവേ ഞങ്ങൾക്കിത് ഭവിക്കരുത്, ഞങ്ങൾക്ക് രോഗമുണ്ടാകാൻ പാടില്ല, മാറാരോഗങ്ങൾ ഞങ്ങൾക്കൊന്നും ഉണ്ടാകരുത്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത്, ഞങ്ങൾക്ക് വലിയ കാറ് വേണം, വലിയ ബംഗ്ലാവ് വേണം, കഴിവുള്ളിടത്തോളം വിമാനത്തിൽ സഞ്ചരിക്കണം, സാധിക്കുമെങ്കിൽ ഒരു വിമാനം തന്നെ വിലയ്ക്ക് വാങ്ങണം, അമേരിക്കയിൽ പോകണം, ഗൾഫിൽ പോകണം, ലോകമെമ്പാടും പോകണം. കാരണം ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരല്ല, ഞങ്ങൾ നിന്റെ ദാസന്മാരാണ്, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നേ മതിയാകൂ. പക്ഷെ കർത്താവിന് അവരോട് പറയാനുള്ളത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുമെന്നത് ശരി തന്നെയാണ്. അങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു പ്രാപിച്ചു. പക്ഷെ ആ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചതായ അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിച്ചവനായ ക്രിസ്തു കഷ്ടതയിലൂടെയാണ് കടന്നുപോയത്. ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാനാണ് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. പത്രോസ് പറഞ്ഞതുപോലെ നിനക്ക് ഇങ്ങനെയൊന്നും ഭവിക്കരുതെന്നല്ല. അതല്ല ദൈവത്തിന്റെ ആലോചന. ദൈവഹിത പ്രകാരമാണ് ക്രിസ്തു പോയത്. ദൈവഹിത പ്രകാരം ക്രിസ്തു പോയപ്പോൾ ആ പോക്കിൽ കഷ്ടതയുണ്ടായിരുന്നു, അപമാനമുണ്ടായിരുന്നു, ക്രൂശ് ഉണ്ടായിരുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ വഴി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ക്രൂശിന്റെ വചനം യഹൂദന്മാർക്ക് സ്വീകാര്യമല്ല. യഹൂദന്മാർക്ക് ഇതുപോലെ കൊല്ലപ്പെടുന്ന ഒരു മിശിഹായെ അല്ല വേണ്ടത്. അവർക്ക് തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും തോൽപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങളെ ഭരിക്കുകയും ഈ ലോകത്തിലുള്ള എല്ലാ സമൃദ്ധികളും തങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന മിശിഹായെയാണ് അവർക്ക് ആവശ്യം. പത്രോസിന് അത്തരത്തിലൊരു മിശിഹായെയായിരുന്നു കാണുവാൻ ആഗ്രഹം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ നിനക്കിത് ഭവിക്കരുത്, കർത്താവേ നിനക്കിത് ഭവിക്കരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താനെ നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിന്റെ ആലോചനയല്ല മനുഷ്യന്റെ ആലോചന അത്രേ പറയുന്നത്. ദൈവത്തിന്റെ വഴികളെല്ലാം നിന്റെ വഴികൾ. അതുകൊണ്ട് നീ എനിക്ക് ഇടർച്ചയാണ്. ഇത് സാത്താന്യ ആലോചനയാണ്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സകലതും ത്യജിച്ച് തന്നെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നേടുവാൻ ആഗ്രഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുവാൻ പഠിക്കട്ടെ. ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ മരിക്കാൻ പഠിക്കട്ടെ. അങ്ങനെ ഐറണിയുടെ വചനമാണ് കർത്താവിന്റെ വചനം. ഈ ലോകത്തിൽ പലതും നഷ്ടമാക്കിയിട്ട് കർത്താവ് വരുമ്പോൾ മാത്രം പ്രാപിക്കുന്നതായ അവസ്ഥയാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. ആകയാൽ പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ സൂക്ഷിച്ചു കൊള്ളുക. ഈ ലോകത്തിന്റെ നന്മ വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭു വരുമ്പോൾ അവനെ സൂക്ഷിച്ചു കൊള്ളുക.
മനുഷ്യന് ചൊവ്വായി തോന്നി എന്നതുകൊണ്ട് മാത്രം അത് ദൈവാലോചനയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പത്രോസിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. ദൈവീക ആലോചന മനസ്സിലാക്കുവാൻ ദൈവീക വെളിപ്പാട് ഒരു കാലത്ത് പ്രാപിച്ച പത്രോസിന് കഴിയാതെ പോയി. ഏതാനും നിമിഷങ്ങൾ മുമ്പ് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചിട്ട് ഇപ്പോൾ ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി പറയുന്ന പത്രോസിന്റെ സ്ഥിതിയിലേക്ക് നാം വരാതിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വചനം ക്രൂശിന്റെ വചനമാണ്, ക്രൂശിലേറിയവന്റെ വചനമാണ്, എല്ലാം നഷ്ടപ്പെടുത്തിയവന്റെ വചനമാണ്, നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയവന്റെ വചനമാണ്, നഷ്ടപ്പെടുത്തുവാൻ നമ്മെ ഉപദേശിച്ചവന്റെ വചനമാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടേ എന്ന് പറഞ്ഞവന്റെ വചനമാണ്. അതുകൊണ്ട് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ വചനമല്ല, പട്ടുമെത്തയുടെ മാർഗമല്ല, എല്ലാവരാലും അപമാനിക്കപ്പെട്ടവന്റെ വചനമാണിത്. കഷ്ടതകൾ സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാതൃകയായി തീർന്നവന്റെ വചനമാണ്. അവൻ സമൃദ്ധി തന്നാൽ തീർച്ചയായും നാം സ്വീകരിക്കേണ്ടതാണ്, എന്നാൽ അവൻ ദുഃഖം തരുമ്പോൾ അതും സ്വീകരിക്കേണ്ടതാണ്. ക്രിസ്ത്യാനിക്ക് ദുഃഖമുണ്ടാകുകയില്ല, രോഗമുണ്ടാകുകയില്ല, കടഭാരമുണ്ടാകുകയില്ല എന്ന് പറയുന്നവരെ സൂക്ഷിച്ചു കൊള്ളുക. അത് ക്രൂശിന്റെ വചനമല്ല, നമ്മുടെ കർത്താവിന്റെ വചനമല്ല, ക്രൂശിക്കപ്പെട്ടവന്റെ വചനമല്ല, അത് സാത്താന്റെ ആലോചനയാണ്. ആകയാൽ ദൈവമക്കളെ സൂക്ഷിച്ചു കൊള്ളുക. ഒരു കാലത്ത് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടിരുന്നവരായിരുന്നാൽ പോലും ഇന്ന് സാത്താന്റെ ആലോചന പറഞ്ഞെന്ന് വരാം. അവരുടെ ആലോചനകൾ ദൈവവചനവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അത് ദൈവ ആലോചനയാണോ സാത്താന്റെ ആലോചനയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എത്ര ശ്രേഷ്ഠനായ വ്യക്തി ആലോചന പറഞ്ഞാലും ദൈവവചനവുമായി പൊരുത്തപ്പെടാത്ത ആലോചനകൾ ദൈവീകമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സാത്താൻ ഒരുക്കുന്ന ആ കണിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ശ്രദ്ധിച്ച ഈ സുവിശേഷ പ്രസംഗം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. തുടർന്നും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 200-ൽ കൂടുതൽ പ്രസംഗങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ ലഭിക്കുവാൻ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.